അപ്പോൾ നമ്മൾ കുറേ ദിവസമായിട്ടോ പഴംപൊരി കഴിക്കണമെന്നൊക്കെ ഇങ്ങനെ വിചാരിച്ച് നിൽക്കണം. ഒന്നാമത് പിന്നെ വെയിറ്റ് ലോസിനൊക്കെ ഇങ്ങനെ ട്രൈ ചെയ്തുകൊണ്ട് ഇരിക്കാറുണ്ട്. കുറേ കാലമായിട്ട് പഴംപൊരിയും കാര്യങ്ങളൊന്നും പൊരിക്കലൊന്നും ഇല്ലായിരുന്നു കേട്ടോ. അപ്പോൾ ഇക്കാക്കൊക്കെ ഭയങ്കര ഇഷ്ടമാണ്. പിന്നെ എപ്പോഴെങ്കിലൊക്കെ ഉണ്ടാക്കുള്ളൂ കേട്ടോ. എനിക്കാണെങ്കിൽ ഭയങ്കര ഇഷ്ടമാണ്. പിന്നെ അത്ര അതൊക്കെ എണ്ണയിലൊക്കെ വറുത്തെടുക്കുന്നതല്ലേ എന്ന് വിചാരിച്ച് ഞാൻ കഴിക്കാറില്ല കേട്ടോ കുറേ ആയിട്ട്. അപ്പോൾ എന്തായാലും കുറേ ആയിട്ട് എപ്പോഴെങ്കിലൊക്കെ ഒന്ന് കഴിക്കാമെന്നുള്ളൊരു മൈൻഡിൽ ഞാൻ ഏതായാലും എനിക്ക് ഒഴിവുള്ള ദിവസം എന്തായാലും പഴംപൊരി ഉണ്ടാക്കാൻ വേണ്ടി വിചാരിച്ചു കേട്ടോ. അപ്പോൾ ഈ പഴംപൊരിക്കൊരു പ്രത്യേകത ഉണ്ട്. ഇതിൽ നമ്മൾ സോഡപ്പൊടി അങ്ങനെയുള്ള ഐറ്റംസ് ഒന്നും നമ്മളിതിലേക്ക് ചേർത്തിട്ടില്ല കേട്ടോ. തികച്ചും നാച്ചുറലായിട്ട്, അതായത് പ്രിസർവേറ്റീവ്സ് ഒന്നും ചേർക്കാതെ, അതുപോലെ തന്നെ സോഡപ്പൊടി അങ്ങനെയുള്ള സംഭവങ്ങൾ, പഞ്ചസാര ഒന്നും ചേർക്കാതെ ഉണ്ടാക്കിയതാട്ടോ. അപ്പോൾ അതുകൊണ്ട് തന്നെ ഇത് എന്താ നല്ല ക്രിസ്പിയാണ് ഈ ഒരു പഴംപൊരിൻ്റെ റെസിപ്പി. വേണ്ടവർ കമൻറ്റ് ചെയ്താൽ മതി കേട്ടോ. ഞാനതിൻ്റെ റെസിപ്പി ഇടാം. ഇത് മാവ് കൂട്ടുന്നതൊന്നും ഞാൻ എടുക്കില്ല കേട്ടോ, എടുക്കാൻ വേണ്ടിയിട്ട് മറന്നു പോയതാണ്. അപ്പോൾ ഇത് പറഞ്ഞാൽ ഭയങ്കര ക്രിസ്പിയാണ്. കഴിക്കാൻ വേണ്ടിയിട്ട് കുറേ സമയം വരെ നല്ല ക്രിസ്പിയിൽ നിൽക്കും. അതായത് കടയിൽ നിന്നൊക്കെ വാങ്ങിക്കുന്നത് നല്ല എണ്ണ ആയിട്ടില്ല, ഇതിന് അത്ര തന്നെ എണ്ണയും കാര്യങ്ങളൊന്നും പിടിക്കില്ല കേട്ടോ. അതുപോലെ തന്നെ ഇതിലേക്ക് മഞ്ഞൾപ്പൊടി കാര്യങ്ങളൊന്നും ഇട്ടിട്ടില്ല. ചിലവർ മഞ്ഞൾപ്പൊടി കാര്യങ്ങളൊക്കെ ഇടാറുണ്ട്, അതൊന്നും ഇട്ടിട്ടില്ല കേട്ടോ. അതിലേക്ക് ഞാനൊരു ചെറിയൊരു പൊടിക്കൈ ഇതിൽ ചേർത്തിട്ടുണ്ട് കേട്ടോ. ഒന്നുമല്ല, നമ്മുടെ അരി അരിക്കുന്ന ഉണ്ടല്ലോ നമ്മുടെ ഇഡ്ഡലി മാവ്, അതൊരു കുറച്ച് വെച്ചാൽ വളരെ കുറച്ച് ഇതിലേക്ക് ആഡ് ചെയ്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ അതുകൊണ്ടാണ് തോന്നുന്നുണ്ട്. പിന്നെ അതുമല്ല, ഞാൻ രാവിലെ ഇത് മാവ് കൂട്ടി വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതുകൊണ്ടായിരിക്കും നന്നായിട്ട് പൊങ്ങി വന്നിട്ടുണ്ട്. അതുപോലെ തന്നെ ഈ അരിപ്പൊടിൻ്റെ മാവ് ഞാൻ പറഞ്ഞല്ലോ കുറച്ചിലേക്ക് കൂട്ടിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതുകൊണ്ടാണെന്ന് തോന്നുന്നു നന്നായിട്ട് പൊങ്ങി വന്നിട്ടുണ്ട്. അതുപോലെ തന്നെ നല്ലൊരു ഗോൾഡൻ കളറും ആയി വന്നിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഒരുപാട് സമയം നമ്മളത് ഇത് വയ്ക്കാൻ പറ്റില്ല, കാരണം പെട്ടെന്ന് നല്ല ബ്രൗണിഷ് കളറായിട്ട് വന്നുകൊണ്ടിരിക്കുന്നുണ്ട്. അങ്ങനെ പഴംപൊരി ഉണ്ടാക്കിയിട്ടോ ഒരുപാട് ഉണ്ടാക്കിയിരുന്നു. ഒരു കാസറോൾ നിറയെ ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നു കേട്ടോ. നമ്മളെ വീട്ടിൽ ഒരുപാട് ആളുകളൊന്നുമില്ല, ഉമ്മയും ഉപ്പയും ഹസ്ബൻഡും ഞാനും തന്നെ ഉള്ളൂ കേട്ടോ. അപ്പോൾ ഇത് ഫുള്ള് കംപ്ലീറ്റ് കാലിയായിട്ടുണ്ടായിരുന്നു കേട്ടോ. വൈകുന്നേരമാണ് ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നത്. എന്താണെന്നറിയില്ല, ഭയങ്കര ടേസ്റ്റും ഉണ്ടായിരുന്നു. അപ്പോൾ ഇതിൻ്റെ മാവിൽ ഞാൻ ഒരുപാട് ഇൻഗ്രീഡിയൻസ് ഞാൻ ആഡ് ചെയ്തിട്ടുണ്ടായിരുന്നു ഇതിൻ്റെ ടേസ്റ്റിന് വേണ്ടിയിട്ട് കേട്ടോ. അപ്പോൾ എല്ലാവർക്കും ഇഷ്ടപ്പെട്ട ഷെയർ ചെയ്യുക, ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. താങ്ക് യു ഫോർ വാച്ചിങ് വീഡിയോ.